ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമയം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ നന്നായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ കോഡ് സെറ്റ് ആണ്. 3 ഡിഫറെന്റ് ആയിട്ടുള്ള കോഡ് സെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻട്രോ ഒരുപാട് കളിച്ച് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ബേസിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ് ആണ്. ഇതിന്റെ ഓഫ് വൈറ്റ് കളക്ഷനോട് എല്ലാവർക്കും ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു കോഡ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കോഡ് സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോളർ നെക്കില്. അപ്പോൾ നോർമൽ നെക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നോർമൽ നെക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ കോട്ടൺ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കംഫർട്ട് വെയർ ആണ്, നമുക്കൊരു ഡെയിലി വെയർ പർപ്പസിനൊക്കെ വളരെ ആപ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കളക്ഷനാണ്. കോട്ടൺ അല്ല, അത് തന്നെ ആദ്യം പറയാണ്, കോട്ടൺ സിക്സ് എന്ന് പേരുണ്ടെങ്കിൽ പോലും കോട്ടൺ അല്ല ഫാബ്രിക് വരുന്നത്. ഈ സിന്തറ്റിക് ഫാബ്രിക്കിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നോർമൽ ആയിട്ട് വിതൗട്ട് ലൈനിങ്ങിൽ ചെയ്തേക്കുന്ന കളക്ഷനാണ്. ഇതിപ്പോ ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് സീ ത്രൂ ഒന്നും അല്ല, അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. കോട്ടൺ ചെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ ഒരു എന്താ പറയാ, ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെക്ക് പാറ്റേൺ വരുന്നുണ്ട്. അത് അതിന്റെ ഒരു വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. കണ്ടില്ലേ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫുള്ളായിട്ട് ഇതേപോലെ ചെക്സ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു കോട്ടൺ ചെക്സ് എന്ന് പറഞ്ഞ പേരിൽ ഈ ഒരു ഫാബ്രിക് അറിയപ്പെടുന്നതിന്റെ കാരണം തന്നെ. ഈ പാറ്റേണിലൊക്കെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നെങ്കിൽ പോലും ഈ ഒരു മെറ്റീരിയല് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇതേപോലെ ചെക്കായിട്ട് വരുന്നുണ്ട്. ലൈൻസ് വന്നിട്ട്, ലൈനല്ല, തരം ചെക്ക് പാറ്റേണിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു കോട്ടൺ ചെക്സ് എന്ന് പറഞ്ഞ പേര് തന്നെ എന്ന് വന്നത്. അപ്പൊ ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ ആണ്, വളരെ കംഫർട്ടാണ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്യാനും ഉണങ്ങി എടുക്കാനും ഒക്കെ പറ്റിയൊരു കളക്ഷനാണ്. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരെ. സ്ട്രൈക്കർ കുർത്തിയാണ്, നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു വീട് ഓപ്പണിംഗ് ഒക്കെ കൂടി ചെയ്തേക്കുന്ന കളക്ഷനാണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. 46-47 ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. ഒരു സ്ട്രൈറ്റ് കട്ട് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടം ആണ് നമ്മൾ ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ഷെയ്ഡില് ഒരു ലൈറ്റ് ആ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രിന്റ് വന്നേക്കുന്ന കളക്ഷനാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 3 ഷെയ്ഡ്സ് കൂടി ഇനി അവൈലബിൾ ആണ്. അതൊക്കെ കാണാം. പീച്ചെന്നോ അല്ലെങ്കിൽ ഒരു പർപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. 3/4 സ്ലീവ് ലെങ്ത് വരുന്നുണ്ട്. 46-47 ലെങ്ത് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. കംഫർട്ട് വെയർ ആണ്, എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു കംഫർട്ട് ആണ് കേട്ടോ. ഡെൽറ്റ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമായിരിക്കും അല്ലെ, ഡെൽറ്റയുടെ ഒരു ഫാബ്രിക് എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ 3 പീസ് സെറ്റ് ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് 3 പീസ് സെറ്റ് നമ്മൾ ഡെൽറ്റ പ്രിന്റിൽ ചെയ്തിട്ടുള്ളതാണ്. സെയിം ആ ഒരു എന്താ പറയാ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് ടെക്സ്റ്ററിലുള്ള മാറ്റമാണ്. ടെക്സ്റ്റേർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇത് കേട്ടോ. ആ ഒരു ഡെൽറ്റയുടെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരും. അതിൽ തന്നെ ഈ ഒരു ചെക്ക് പാറ്റേൺ ഒരു സെൽഫായിട്ട് ഇതിൽ ടെക്സ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തെടുത്തേക്കുന്ന ഒരു കളക്ഷനാണിത്. ബ്യൂട്ടിഫുൾ കളക്ഷൻ, മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നല്ലൊരു ബജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള കോഡ് സെറ്റ് ആണിത്. എന്താ പറയാ, ഓഫീസിലൊക്കെ പോണ ആൾക്കാർക്കും ക്യാഷ്വൽ വെയർ ആയിട്ടും അതേപോലെ തന്നെ കോളേജിലൊക്കെ പോണ കുട്ടികൾക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഡിഫറെന്റ് ആയിട്ടുള്ള 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡ് കാണാം. വൈറ്റ് ബേസിൽ ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അടുത്തായിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്, വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ബജറ്റ് റേറ്റിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ കോഡ് സെറ്റ് ആണ്. കുർത്തി വിത്ത് ബോട്ടം ആണ്. വൈറ്റ് ആവുന്നത് കൊണ്ടും ലൈനിങ് ഇല്ലാത്തത് കൊണ്ടും പേടിക്കേണ്ട. സീ ത്രൂ ഒന്നും അല്ല, നമുക്ക് നല്ല വിശ്വസിച്ച് നല്ല അടിക്കുന്നുള്ളൊരു പേടിയോ അങ്ങനെ ഒന്നും വേണ്ട. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഫാബ്രിക് തന്നെ, അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക് തന്നെ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് ഇടാണ്ട് ചെയ്തത്. നല്ലൊരു ബജറ്റ് റേറ്റിൽ അവൈലബിൾ ആക്കുന്നതും കംഫർട്ട് വെയർ ആണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇവിടെ കാണാം. ഈ ഒരു കളക്ഷന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു എന്താ പറയാ, ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡും വൈറ്റോടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരിക. ഫുൾ വ്യൂ ഇതേപോലെ വരും. സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. സ്ട്രൈറ്റ് കട്ട് ബോട്ടം ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് വേസ്റ്റ് ലൈനോട് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത്. 3/4 സ്ലീവില് 46-47 ലെങ്തിന് ഈ ഒരു കളക്ഷൻ വരുന്നുണ്ട്. നല്ലൊരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഇതിന് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ്, XL, XXL സൈസുകളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്.
ചെറിയ സൈസുകാർക്കോ അല്ലെങ്കിൽ വലിയ സൈസുകാർക്കോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കോളൂ. മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 599 മാത്രമേ ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 599 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു കളക്ഷൻ കിട്ടാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കോഡ് സെറ്റ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും റൗണ്ട് നെക്ക് അല്ലെങ്കിൽ നെക്ക് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും വരുന്നത് കാന്താ സ്റ്റിച്ച് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പ്രിന്റാന്നാണ്. പക്ഷെ നമുക്കിത് വരുന്നത് കാന്താ സ്റ്റിച്ച് ആണ്. ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഡോരിയ എന്ന് പറഞ്ഞൊരു ഫാബ്രിക് ആണ്. അപ്പോൾ അതിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കാണ് കേട്ടോ. അജ്രാക്കിന്റെ ഒരു പാറ്റേണിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കാണ്. ഫുൾ ബോഡി നമുക്ക് കാന്താ സ്റ്റിച്ച് വരുന്നുണ്ട്. ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാന്താ സ്റ്റിച്ച് ഫുൾ ബോഡി നമുക്ക് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, അജ്രാക്കിന്റെ കാന്താ സ്റ്റിച്ച് ഒക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ്, ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ അജ്രാക്കൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു പ്യുവർ ഫാബ്രിക് നിങ്ങൾക്ക് കെയർ ചെയ്യേണ്ട പോലെ ഈ ഒരു ഫാബ്രിക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ തിരക്കുള്ള ഒരു ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണിത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കുർത്തി വരുന്നത്. നമുക്ക് കോഡ് സെറ്റ് ആയിട്ട് സെയിം ഫാബ്രിക്കിൽ തന്നെ ബോട്ടം വരുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ, സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ ആണ്. ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു പർപ്പിൾ എന്നോ അല്ലെങ്കിൽ ഒരു ഓനിയൻ പിങ്ക് എന്നോ ഒക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ്. അതിൽ ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ബോട്ടം ഇങ്ങനെ വരും, സ്ട്രൈറ്റ് കട്ട് ബോട്ടം. ഇത് കോളർ നെക്ക് മാൻഡറിൻ കോളറിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. കോഡ് ബട്ടന്റെ ഡീറ്റെയിലിംഗ് ഇപ്പോൾ ചെയ്തിട്ടുള്ള സൈഡ്സിലേക്ക് കുർത്തിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയാൻ പറ്റിയ ഷെയ്ഡാണ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? ബോട്ടം വരുന്നത് ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് ബോട്ടം ആണ്. കുർത്തി ഇതേപോലെ വരും. ഈ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ വേറൊരു ഡിഫറെന്റ് പ്രിന്റിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതോടെ ഒന്ന് കാണിക്കാം. സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ്. അതിന്റെ ഡിഫറെന്റ് പ്രിന്റിലും ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഫസ്റ്റ് വരുന്നത് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ. പ്രിന്റും ഡിഫറെന്റ് ആണ്, ഷെയ്ഡും ഡിഫറെന്റ് ആണ്. സെയിം പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവില് 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. നല്ല ഒരു അജ്രാക്ക് പാറ്റേണില് അജ്രാക്ക് പ്രിന്റില് കാന്താ സ്റ്റിച്ചോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സെയിം ബോട്ടാണ് കേട്ടോ വരിക. കോഡ് സെറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് ബോട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് അടുത്ത പ്രിന്റ് വരുന്നത്. നോക്കിക്കോളി, ഇങ്ങനെ ഫുൾ കാന്താ സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. സ്ട്രൈറ്റ് കട്ട് ബോട്ടം, ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ഇതേപോലെ വരും. ബോട്ടം ഇങ്ങനെ വരും. സൂപ്പർ കളക്ഷൻ ആണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് എന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇതിന് ഡാർക്ക് പീച്ച് എന്നോ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു കളറാണേ. അതും ഗ്രീൻ കോമ്പിനേഷൻ. ആ ഒരു ഷെയ്ഡ് പ്ലസ് ഗ്രീൻ കളറിലുള്ള പ്രിന്റ് ആണ് ഫുൾ വരിക കേട്ടോ.
നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു പ്രിന്റാണ്. അതില് കാന്ത സ്റ്റിച്ചിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ വന്നു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ിന്റെ ഒക്കെ ഒരു കളക്ഷൻ ഒക്കെ അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ബജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഫാബ്രിക് ഒക്കെ കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കെയർ ചെയ്യാനൊന്നുള്ള സമയമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കളക്ഷൻ. ബ്യൂട്ടിഫുൾ കളക്ഷൻ, നല്ലൊരു ബജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്, നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ 4 ഷെയ്ഡ്സിലും നമുക്ക് സെയിം പാറ്റേൺ അവൈലബിൾ ആണ്. ഇതിന്റെയും റേറ്റ് വരുന്നത് 599 മാത്രമേ ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. കോളർ നെക്ക് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റ് ആണ്, കുർത്തി ബോട്ടം സെറ്റ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. നെക്ക് പാറ്റേൺ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ, ഒരു പാറ്റേൺ സ്ലീവ് ആണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് സ്ട്രൈപ്സോട് കൂടിയിട്ടാണ്. സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു യോക്കിൽ കൊടുത്തിരിക്കുന്നത്. യോക്കിൽ ഇതേപോലെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഓഫീസ് യൂസിനും അതേപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ്. നല്ലൊരു പാറ്റേൺ സ്ലീവ് ആണ് നമ്മൾ ഈ ഒരു കളക്ഷന് കൊടുത്തിട്ടുള്ളത്. അത് ഒലീവ് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലാണ് കേട്ടോ. അജ്രക് പ്രിന്റ് ആണ് വരുന്നത്. അതിൽ കാന്ത സ്റ്റിച്ച് ഫുൾ ബോഡി കാന്ത സ്റ്റിച്ചിന്റെ ഡീറ്റെയിലിംഗ് കൂടെ വന്നതിനൊന്ന് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ്. 3/4 സ്ലീവിൽ 46-47 ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്കിതിന്റെ ബാക്കി ഷെയ്ഡ്സ് ഒക്കെ കാണാം. ഈ ഒരു കളക്ഷന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ എന്നോ അല്ലെങ്കിൽ ഒനിയൻ പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിന്റെ ഒരു മിക്സ് ആയിട്ട് വരും. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. സെയിം തന്നെ നമ്മൾ നേരത്തെ കോളർ നെക്കിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച കോളർ നെക്ക് പാറ്റേണിന്റെ തന്നെ സെയിം തന്നെ നമ്മൾ വിത്തൗട്ട് കോളറിൽ ചെയ്തേക്കാണ്. ബോട്ടം ഒരിത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഡാർക്ക് ഷെയ്ഡിൽ. അപ്പോൾ സെയിം ബോട്ടത്തിന്റെ ഒരു പാച്ചാണ് നമ്മൾ യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പോട്ടി ബട്ടന്റെ ഡീറ്റെയിലിങ്ങോടെ ചെയ്തിട്ട് അതിനെ സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. നല്ല എന്താ പറയാ കംഫർട്ട് വെയർ ആണ്, യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. നമുക്കിതിന്റെ ബാക്കി ഷെയ്ഡ് കാണാം. ഈ ഒരു കളക്ഷന്റെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു എന്താ പറയാ ഒരുപാട് ഡാർക്കും അല്ല ഒരുപാട് ലൈറ്റും അല്ലാത്തൊരു ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഗ്രീനിന്റെ തന്നെ കുറച്ചൊരു ഡാർക്കർ ടോണിൽ വന്നിട്ടുള്ള ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിന്റെ ഒരു സെയിം മെറ്റിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത്. പോട്ട്ലി ബട്ടന്റെ ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. സ്ലീവിൽ ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കുറച്ചൊരു ഡീറ്റെയിലിംഗ് ഇത്തവണ നമ്മൾ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കോഡ് സെറ്റ് ആണിത്. 3/4 സ്ലീവിൽ 46-47 ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡാണ് കാണാം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ അല്ല, ഒരു ഡസ്റ്റി ബ്ലൂ ആണ്. നമുക്കൊരു ആഷിനോടൊക്കെ ഒരു സിമിലർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. അതിന്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോണിലാണ് ഇതിന്റെ ഒരു ബോട്ടം നമ്മൾ ചെയ്തിട്ടുള്ളത്. ബോട്ടം ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു നെക്ക് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവിൽ നമുക്കൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 46-47 ഇഞ്ച് ലെങ്തിൽ ചെയ്തേക്കുന്ന കുർത്തിയാണിത്. അതിന്റെ കൂടെ ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് പാൻറ്റോട് കൂടിയിട്ടുള്ള സൈഡ് കട്ട് ബോട്ടോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഇതിന്റെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് 4XL സൈസ് വരെ അവൈലബിൾ ആണ്. M2 XXL സൈസ് വരെയുള്ള കളക്ഷന്റെ റേറ്റ് വരുന്നത് 599 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. 3XL 4XL ഒക്കെ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ഇതിൽ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള 3 പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തി സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. ഞാനൊരു ഗീവ് അവേ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ നമ്മളൊരു ഗീവ് അവേ ചെയ്തിരുന്ന സമയത്ത് യൂട്യൂബിൽ ഗീവ് അവേ വരാത്തത് കൊണ്ട് പലർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമം എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഗീവ് അവേ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ജസ്റ്റ് ഒരു കമന്റ് ഇടുന്നതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നമ്മുടെ കമന്റ് സെക്ഷനെ ചെക്ക് ചെയ്യുന്ന ആകെ ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ഒരു ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുള്ള യൂട്യൂബ്
സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കമന്റിൽ നിന്നും ആയിരിക്കും, കമന്റ് ചെയ്തവരിൽ നിന്നും ആയിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക. നമ്മൾ നോക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും വേഗം തന്നെ കമന്റ് ചെയ്തോളൂ. പിന്നെ കഴിവതും എല്ലാ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവർക്ക് കൂടെ. കാരണം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ കുർത്തീസ് എല്ലാം തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല ഒരുപാട് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇനിയും ഒരുപാട് കളക്ഷൻസ് നല്ല ബജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്കൂടെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അടുത്ത ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ. ബൈ.